ചങ്ങായിമാരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പെരുത്ത് PR വർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മൂഞ്ചിയ PR വർക്ക് കണ്ടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ PR വർക്ക് ഒന്ന് കണ്ടുനോക്കിയാട്ടെ. നിങ്ങൾക്ക് നാണക്കേടാണ്. ഇതേ കണക്ക് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇവരെ സംരക്ഷിക്കാതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ വോട്ട് ചോദിക്കാൻ വന്നതാണല്ലോ, ഇവർക്ക് കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വീട് കിടക്കുക. ഞാനിതിപ്പോ കണ്ടു, ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അല്ല, ഇവർക്ക് ഇനി അവസാന പ്രതീക്ഷയാണ് സാർ. നമ്മളെ മുരളീധരേട്ടൻ ഈ വീഡിയോയിൽ പൊങ്ങിയ പോലെ നരസിംഹത്തിനില്ല, നമ്മളെ മോഹൻലാൽ പോലും ഇത്ര കൃത്യമായ ടൈമിങ്ങിൽ പൊങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മല്ലു ബോയ്സെ സംഖ്യക്കോ ബുദ്ധിയില്ല. പക്ഷെ അവരെ പറ്റിച്ചിട്ട് അവർക്ക് 10,000 രൂപ മൂഞ്ചിട്ടല്ലേ നീ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ മൂഞ്ചേന്റെ ബുദ്ധികൾ നീ ഈ വീഡിയോയിൽ കാണിക്കണ്ടേ? ഇനി നമുക്ക് ഈ വീടിന്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഒരു 2 ആഴ്ചയ്ക്ക് അത് വീട് വെക്കാൻ വേണ്ടി അതായത് അവരൊന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു പദ്ധതിയിൽ വീട് വെച്ച് തരാം എന്നുള്ള ഇതിലാണ് നമ്മളതിന് വിളിച്ചത്. ആ വിളിച്ച സമയത്താണ് പിന്നെ നമ്മളിപ്പം ഈ പാർട്ടിക്കാർ വന്ന് അവര് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അവര് പള്ളിക്കാരാണ് നമ്മൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഇനി നമുക്ക് ഈ മല്ലു അണ്ണന്റെ ഒരു വോയിസ് കേട്ടാലോ? അണ്ണന്റെ റേറ്റ് എത്രയാണെന്ന് അണ്ണൻ തുറന്നു വരുന്ന ഒരു വോയിസ് ഇതൊക്കെ കേട്ടു നോക്ക്. ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ല എന്റെ പേയ്മെന്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യത്തുള്ളൂ. 20-25 ഞാൻ കണ്ണൂരൊക്കെ പോയി ചെയ്താലും BJPക്ക് വേണ്ടി ചെയ്തൊക്കെ 25 ചെയ്തു. നമ്മളെ മല്ലുവാണന് ഒരു PR വർക്കിനുണ്ടല്ല ഒരു രാത്രിക്ക് 25,000 രൂപയോലും റേറ്റ്. എനിക്ക് മല്ലുവാണനോട് പറയാനുള്ളത്, മല്ലുവാണന്റെ വീട്ടിൽ ഇടക്കിടക്ക് പറഞ്ഞൊരു ഡയലോഗാണ്. ഇതിലും നല്ലതുണ്ടല്ല വല്ല പാടത്തിന്റെ അടിയിൽ കുനിഞ്ഞു നിന്നിട്ടില്ല, കുനിഞ്ഞെന്ന് പൈസ ഉണ്ടാക്കണ അതിനുണ്ടല്ല ഇതിലും അന്തസ്സുണ്ട്. എന്നാ പിന്നെ എല്ലാവർക്കും സുലാൻ.